ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കഴുത്ത് ബിരിയാണി. ഓക്കെ, ചിക്കൻ കഴുത്ത് ബിരിയാണി. ഒക്കെ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പൊ നമ്മൾ കുറച്ച് ചിക്കന്റെ കഴുത്ത് മേടിച്ച് വെച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. സവോള കളി കഴുത്തുണ്ട്. കുട്ടി ആദ്യമായിട്ട് വീഡിയോയിലൊക്കെ വരുമ്പോഴുള്ള ഒരു ചമ്മലാണ്. എനിക്ക് ചമ്മലൊന്നുമില്ല. ഇല്ലേ, പക്ഷെ അവൾക്ക് കൊടുക്കാം. എനിക്കില്ല. നിങ്ങൾ ആരെങ്കിലും കഴുത്ത് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. യൂട്യൂബിൽ നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പി ഇല്ല. അപ്പം നമ്മൾ ലുലുമാളിൽ ഇന്നലെ പോയപ്പോൾ അവിടെ കഴുത്ത് സെഷൻ കണ്ടു. ഏറ്റവും വില കുറവുള്ള ചിക്കൻ്റെ പീസ് കഴുത്തായിരുന്നു. 1 കിലോന് 60 രൂപ. അപ്പം നമ്മൾ കഴുത്ത് മേടിച്ചതാണ്. അങ്ങനെ ഒരു ഐഡിയ കിട്ടിയതാണ് കഴുത്ത് ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. സുന്ദരിയായ സുമുജി സവോള നന്നാക്കുന്നു. ബിരിയാണിക്ക് വേണ്ടിയിട്ട് 4 സവോള തൊലി കളയുന്ന സ്നേഹ സവോള തൊലി കളയുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കലഹങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. പിന്നെ ചിക്കൻ 65 മസാല മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അതിലിട്ടു. പിന്നെ ആവശ്യത്തിനുള്ള വിനാഗിരി, ഈ സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഉപ്പിടണം കേട്ടോ. ഉപ്പിടാൻ ഞാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ അവളെ ഇട്ട് തന്നത്. പിന്നെ നമ്മളതെല്ലാം സെറ്റാക്കിയിട്ട് മസാല തേച്ച് പിടിപ്പിച്ചു. പിന്നെ കുറച്ച് ഉള്ളി കൂടി വേണമായിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ സെറ്റാക്കിയിട്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പാനിൽ വെച്ചു. എൻ്റെ ആദ്യത്തെ ഫുഡ് വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും. ഇതിന് മുന്നേ ഞാൻ ഇതുവരെയായിട്ട് കുക്കിംഗ് വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കോപ്രായങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിരിയാണിക്കുള്ള അരി നമ്മൾ സ്മാർട്ട് ബസാറിൽ നിന്ന് 1 കിലോ 53 രൂപ 54 രൂപ എന്നത് ഡെയിലി ബിരിയാണി റൈസാണ് മേടിക്കാറുള്ളത്. അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ക്രഷ് ചെയ്തിട്ട് നമുക്ക് ആ പാനിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചു അപ്പോഴത്തേക്കും. അപ്പം എന്നിട്ട് ആ സെയിം ഓയിൽ തന്നെയാണ് ഈ പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് നമ്മൾ സോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് മസാല ഒക്കെ പുരട്ടി വറുത്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ്റെ കഴുത്തൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പീസ് കഴുത്തൊക്കെ കിട്ടുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നു. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സവോള ഇതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ സ്നേഹ സവോളൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ ഇട്ടു. എന്നിട്ട് പിന്നെ അത് സോട്ട് ചെയ്തു. ഒരു സവാളും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് സോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അവൾക്ക് കൊടുത്തു. പക്ഷെ അവൾ ഞാൻ എവിടെയാണ് ക്യാമറ വെച്ചെന്ന് അവൾ കണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണിച്ചു കൊടുത്തതാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ കുക്കിംഗ് വ്ളോഗ് ആയതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുക്കറിലാണ് ബിരിയാണി വെക്കുന്നത്. നമുക്ക് അവിടെ ഗ്യാസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണയും ഇതൊക്കെ ഒഴിച്ച് കൊടുക്കണമായിരുന്നു. പക്ഷേ എണ്ണ തീർന്നുകൊണ്ട് നമ്മൾ കുറച്ച് ബട്ടർ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ആക്ച്വലി എണ്ണ തീർന്നുകൊണ്ട് മാത്രമല്ല, ബട്ടർ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണല്ലോ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയാം. അപ്പം നമ്മൾ ബട്ടർക്ക് വെച്ചിട്ട് പിന്നെ എണ്ണ ചൂടായപ്പോഴത്തേക്കും നമ്മൾ അതിൽ ആവശ്യമുള്ള ഗ്രാമ്പൂ, ജീരകം, അതേപോലെ കുരുമുളക്. എൻ്റെ എല്ലാ കറിയിലും കുരുമുളക് ഉണ്ടാവും. എനിക്ക് കുരുമുളക് ഈ മന്തിയിലും ബിരിയാണിയിലൊക്കെ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ സവോള അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. ഇനി അപ്പോഴത്തേക്കും നമ്മൾ ഈ കുക്കറിലേക്ക് കുറച്ച് സവോള ഇട്ടു കേട്ടോ. ജസ്റ്റ് വെറുതെ ഭംഗിക്ക് ഇട്ടതാണ്. തൽക്കാലത്തേക്ക് ബാക്കി വന്ന സവോള ആയതുകൊണ്ട് ഭംഗിക്ക് ഇട്ടതാണ്. നമ്മൾ അപ്പോഴത്തേക്ക് അത് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ സവോളയിലേക്ക് നമ്മുടെ മസാലയ്ക്കുള്ള സവോളയിൽ കുറച്ചുകൂടി മസാല ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ അതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നീ സാധനങ്ങളൊക്കെ അതിലപ്പോഴത്തേക്കും സെറ്റാക്കി ഇട്ട് കൊടുത്തു. എനിക്ക് ആര് പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനെപ്പോഴും സവോള നന്നായി വാടി മസാലയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ തക്കാളി ഇടാറുള്ളൂ. അപ്പം നമ്മൾ തക്കാളി ഇട്ട് നമ്മളത് സെറ്റാക്കി ഇട്ടു. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുത്ത് ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് ചിക്കൻ്റെ ഒരു പോരായ്മ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് സോസേജ് ലുലുമാളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോസേജ് അരിഞ്ഞ് ഇച്ചിരി വലിയ പീസായിട്ട് നമ്മൾ മസാലയിലിട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ
സവാളൊക്കെ വാടി നമ്മൾ അതിൽ ആവശ്യത്തിനുള്ള നമ്മുടെ അരി ഇട്ട് സെറ്റാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പും ഈ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ റൈസ് ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടോ. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് പോരായ്മകൾ കൊണ്ടും സമയത്തിൻ്റെ കാര്യം കൊണ്ടും കുറേ കാര്യങ്ങൾ മറന്നുപോയി, വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ എല്ലാ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടേക്ക് ഓർമ്മ വരാം. അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കാൻ പോകുമായിരുന്നു കേട്ടോ. ഞാൻ കഴുത്ത് ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. നമ്മളപ്പോഴത്തേക്കും കഴുത്തൊക്കെ ഇട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട് അടച്ച് വെച്ച് കുറേ നേരം വെവിച്ചു. പിന്നെ നമ്മൾ യോഗോട്ടും കൂടി ആഡ് ചെയ്തു കേട്ടോ. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ യോഗോട്ട് ഇട്ടിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് അവിടെ വിസിലൊക്കെ അടിച്ച് സെറ്റായി. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റും റൈസ് അവിടെ സെറ്റായി. നമ്മളിനി ദമ്മിടണം. എനിക്കാണെന്ന് വെച്ചാൽ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിൽ എനിക്ക് കൂടുതലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനത് ലെയർ ചെയ്ത് ഞാനങ്ങ് പോയി. ഞാൻ അതിൽ നിന്ന് പ്ലേറ്റിലൊക്കെ ഇട്ട് വീഡിയോ എടുത്ത് തംബ്നെയിലൊക്കെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരുന്നിരുന്നതാണ്. പക്ഷേ ഞാൻ തിരിച്ച് വന്നപ്പോൾ 9 മണി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോയോ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ എനിക്ക് അതിൽ എക്സ്പ്രസീവ് ചെയ്യാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കഴുത്ത് ബിരിയാണി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടായിരുന്നു. അതായത് ഈ ചിക്കൻ്റെ പല പാർട്സിനും പല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കഴുത്ത് നമ്മൾ കറിയിലും വറുത്തിട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ബിരിയാണി വെക്കുമ്പോൾ ഞങ്ങൾക്ക് ലുലുവിന് കിട്ടിയത് കുറച്ചും കൂടി വലിയ കഴുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ടേസ്റ്റിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. ഈ വീഡിയോ എത്ര പേര് കാണുന്നോ എന്നൊന്നും എനിക്കറിയില്ല. ഇതെൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്, അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടായിരിക്കും. എനിക്കത് എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ശരി, ബൈ. കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ക്ലീൻ ചെയ്യണ്ടേ. ഇനി ക്ലീൻ ചെയ്തിട്ട് കുളിച്ചിട്ട് റെഡിയായിട്ട് വേണം എനിക്ക് ക്ലാസ്സിൽ പോകാനായിട്ട്. അപ്പം ഞാൻ ക്ലാസ്സിൽ പോയി വന്ന് ഒരു 9 മണി 9:30 ഒക്കെ ആയി തോന്നുന്നു. ആ സമയത്ത് തന്നെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ശരി.